എല്ലാവരും ഈ സൂം എന്ന ആപ്ലിക്കേഷനിലായിരിക്കും ഈ ഒരു ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് പഴയ വെർഷൻ സൂം ആയിരിക്കും. എല്ലാവരും നല്ല ഒരുവിധ ആൾക്കാരൊക്കെ, കാരണം കുറേ കാലം മുമ്പേ സൂം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. അപ്പോൾ അതിനുശേഷം പുതിയ അപ്ഡേഷനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള സൂം എപ്പോഴും പുതിയ വെർഷൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലെ കാര്യങ്ങളൊന്നും കറക്റ്റ് കേൾക്കാൻ പറ്റില്ല. ചിലപ്പോൾ സൗണ്ടിലെ പ്രശ്നം ഉണ്ടാവും, ചിലപ്പം വീഡിയോയിൽ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൂം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു. ഈ സ്റ്റെപ്പ് 1 ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ഫോണിൻ്റെ മെനു ആണ്. ഈ മെനു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരോ ആപ്ലിക്കേഷൻസ് ആണ്. കണ്ടോ, Paytm, പിന്നെ ഫോട്ടോസ്, ഫോൺ പേ, ഫോൺ, OLX, കണ്ടില്ലേ? ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് സൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂം നമ്മൾ എടുക്കുന്നത് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. സൂം എന്നല്ല, ഇതിലെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ റൗണ്ട് ഇട്ട് വെച്ചത് കണ്ടില്ലേ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങാനാണെങ്കിൽ നമ്മളൊരു ഷോപ്പ് പോകും, ഒരു സ്റ്റോറിൽ പോകും. അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് നമ്മളത് വാങ്ങും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ഇതെന്നായിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ എന്നും, അതുപോലെ ആപ്പിളിൻ്റെ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ എന്നും ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സൂം ഉള്ളത് ഈ പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലേ സ്റ്റോർ എന്നല്ലേ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷന് ഉള്ളിലേക്ക് എത്താൻ പറ്റും. ഈ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് കണ്ടോ, ഗെയിംസ്, ആപ്സ്, സെർച്ച്, കണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് സൂമാണ്. അപ്പോൾ സൂം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെർച്ച് എന്ന് പറഞ്ഞ ഈ റൗണ്ട് ഇട്ടത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ സെർച്ച് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, സെർച്ച് ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ എന്താണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൂം എന്ന് ടൈപ്പ് ചെയ്യും. സൂം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇതുണ്ടോ, സൂം എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഈ ഫോണിൽ സൂം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഉണ്ടോ, സൂം എന്ന് പറഞ്ഞാൽ സൂം വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂമിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ സൂം എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ സൂം വർക്ക് പ്ലേസ് അതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, അൺഇൻസ്റ്റാൾ, അതുപോലെ അപ്ഡേറ്റ്, കണ്ടോ, എൻ്റെ അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്നോട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണിക്കുന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അപ്ഡേറ്റ് എന്നുള്ള വാക്ക് ഉണ്ടാവില്ല, അതിന് പകരം ഓപ്പൺ എന്നായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തതുപോലെ ഈ അപ്ഡേറ്റ് എന്നുള്ള ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുണ്ടോ, സൂം വർക്ക് പ്ലേസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒരു റൗണ്ട് കണ്ടോ. അപ്പോൾ അതിങ്ങനെ കറങ്ങി കളിക്കും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതിങ്ങനെ കറങ്ങുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ അതുപോലെ ക്യാൻസൽ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഫോണിൽ അത്യാവശ്യം ഡാറ്റ സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും, ഇനി ഡാറ്റ സ്ലോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം അത് കഴിഞ്ഞാൽ ഈ അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, സൂം വർക്ക് പ്ലേസ് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നേരത്തെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സൂം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മൾക്ക് എന്തായിരുന്നു കാണിച്ചത്, അപ്ഡേറ്റ് എന്നായിരുന്നു. കണ്ടോ, ഇത് കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്ലേ സ്റ്റോർ എടുത്ത് പ്ലേ സ്റ്റോറിന് സൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സൂമിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സൂമിൻ്റെ അവിടെ അപ്ഡേറ്റ് ഇതുപോലെ കാണിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അപ്ഡേറ്റിൻ്റെ അവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. അതല്ല അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്പൺ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്.